ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. അൽഹംദുലില്ലാ ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാത്തിനും നന്ദി. ഇനി തിരിച്ചങ്ങോട്ടും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. സ്കൂളൊക്കെ പൂട്ടിയിട്ടുള്ള ഒരു ദിവസത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. രാവിലത്തെ ഒരു മോർണിംഗ് വ്ളോഗ് എന്ന് പറയാം, അതുപോലത്തെ ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ചായയുടെ കടിക്ക് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി അവിടെ ചുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂളില്ലെങ്കിലും മദ്രസ ഉണ്ട്. അപ്പോൾ ഒരാൾ മദ്രസയിൽ പോയിട്ടുണ്ട്. ഇനി അടുത്ത ആൾക്ക് 8 മണിക്കാണ് മദ്രസ. അപ്പോഴത്തേക്കും ചായ ആക്കണം കേട്ടോ. അപ്പോൾ ചപ്പാത്തി ചുരുളി കഴിഞ്ഞപ്പോൾ ചിക്കൻ കറി ഉണ്ടായിരുന്ന ചൂടാക്കി ചായക്ക് വെള്ളം വെച്ച് ചോറായിട്ടുണ്ടായിരുന്നു. അതൊന്ന് പൊട്ടിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ അടുക്കള എങ്ങനെ ഇരിക്കണ്ടെങ്കിൽ കറി വെക്കണം. അതിലുള്ള തേങ്ങയൊക്കെയാണ്. തേങ്ങ ചിരകി ഇനി അത് മിക്സിയിലിട്ട് പാലൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ മീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അപ്പോഴത്തേനും കറിയൊക്കെ കലക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ തലേസത്തെ മീൻ കറി ഉണ്ടായിരുന്നു. അതിൽ കൂടെ ഞങ്ങളുടെ മീൻ കലക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് തേങ്ങാപ്പാലിൽ തേങ്ങ കൊടുക്കാൻ ഇട്ടിട്ട് മസാല ഇട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറച്ച് കട്ടി കിട്ടുമല്ലോ. അപ്പോൾ നോക്കുമ്പോൾ മസാല ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുളകും പൊടി മല്ലിപ്പൊടിയൊക്കെ പാത്രത്തിൽ നിറച്ചതിന് ശേഷം ആ തേങ്ങാപ്പീരോട് കൂട്ടിയുള്ള തേങ്ങാപ്പാലിലേക്ക് മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കേണ്ട. എന്നിട്ട് അത് കറിയിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ മിക്സിയുടെ ജാറൊന്ന് നന്നായി കഴുകിയിട്ട് ഒന്ന് അതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പുളി എടുക്കണില്ല. ഇനി വലിയ മീനൊക്കെ കിട്ടണമെന്ന് വെച്ചാൽ കുടംപുളി ഇടാമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ മാങ്ങട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തക്കാളിയും വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പച്ചമുളക് കഴിഞ്ഞിരിക്കണം, അതും വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8 മണിക്ക് മദ്രസയിലേക്ക് കൊണ്ടാക്കാൻ പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനോട് മീനും പച്ചമുളകൊക്കെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീൻ കിട്ടുന്നതിനനുസരിച്ച് ഇനി പുളിയൊക്കെ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഒരാൾ മദ്രസയിലേക്ക് കൊണ്ടാക്കാൻ പോയി. 8 മണിക്ക് കൊണ്ടാക്കാൻ പോയി. അപ്പോൾ രാവിലെ 6:30 പോയ ആൾ മദ്രസ കഴിഞ്ഞ് വിട്ട് വരുമ്പോൾ അവൻ എടുത്തു കൊണ്ടുവരികയും ചെയ്യണ്ട. അങ്ങനെ മീൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ സാധനങ്ങൾ വാങ്ങാൻ വന്നതൊക്കെ വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ മീൻ കിട്ടിയത് മാന്തളാണ് കേട്ടോ. കുഞ്ഞ മാന്തളാണ് കിട്ടിയത്. അപ്പോൾ അത് നന്നാക്കുമ്പോഴേ തന്നെ കറി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നാക്കി വരുമ്പോഴത്തേക്ക് തിളച്ച് വരുമ്പോൾ അത് നമുക്ക് എടുത്തിട്ട് കഴുകിയിട്ട് അതിൽ കിട്ടാൻ മതിയല്ലോ. അപ്പത്തിന് മീൻ നന്നാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേനും മക്കൾക്ക് ഞാൻ ചായ അവിടെ ടേബിളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ചായ കഴിക്കുന്നുണ്ട്. ഞാൻ ഈ മീനിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇനി ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. മീൻ അവിടെ നന്നാക്കി കൊണ്ടിരിക്കേണ്ട ഇടയിൽ ഇവിടെ വന്നിട്ട് കറി ഇളക്കി എടുക്കണം കേട്ടോ. അപ്പോൾ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മാങ്ങയും പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ആകുമ്പോഴത്തേനോടെ മീനിൻ്റെ പണികളൊക്കെ കഴിയും. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനല്ലേ മീൻ ഇട്ട് കൊടുക്കണ്ടല്ലോ, ചെറിയ മീനല്ലേ. മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചെടുത്തിട്ട് കറി വയ്ക്കാനെടുത്ത് കുറച്ച് വറുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കായം വരട്ടി വെക്കാനും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുറച്ച് ഉപ്പും സോർക്ക് ഇട്ടിട്ട് കായം തേച്ച് വെക്കാനും കേട്ടോ. അത് മാറ്റി വെച്ചപ്പോഴേക്കും ഇവിടെ മീൻ ഇടാനായിട്ടുണ്ടായിരുന്നു. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് കറി ഓഫ് ചെയ്താൽ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയാവും കേട്ടോ. അപ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ഇനി ആ അടുപ്പത്തേക്ക് തന്നെ മീൻ വറുക്കാനുള്ളത് എടുത്ത് വെക്കാൻ ചോദിച്ചാൽ അതിൻ്റെ ഇടയിൽ ഞാൻ പോയി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നേരം അതിൽ കായം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ വറുക്കാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ബാക്കി അടുക്കളൊക്കെ ഒന്ന് സ്ലാബ് ഒക്കെ ഒന്ന് അടിച്ച് തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട് അപ്പോഴത്തേക്കും മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഇന്ന് പച്ചക്കറിയൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ മീൻ വറുത്തതും മീൻ കറിയും മാത്രം മതി എന്നാണ് ഉച്ചയ്ക്ക് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. ഇനി ഇപ്പോൾ രാവിലത്തെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് ഇനി അടി തൊട കൂളിയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നത്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.